ബീഹാറിൽ 143 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച RJD. PCC അധ്യക്ഷൻ രാജേഷ് റാമിനെതിരെ RJD സ്ഥാനാർത്ഥിയില്ല. എന്നാൽ 7 സീറ്റുകളിലെങ്കിലും ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ട്. ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. രാഗേഷ്, ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ് ബീഹാറിൽ? അശ്വതി, RJD ഒടുവിൽ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഇന്നാണ് രണ്ടാം ഘട്ട പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. ഒപ്പം തന്നെ ഒന്നാം ഘട്ട പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും ഇന്നാണ്. RJD ഇപ്പോൾ 143 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ ഒരു സീറ്റിന്റെ കുറവ്, 144 സീറ്റുകളിലാണ് 2020 RJD മത്സരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ മുഴുവൻ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. 61 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. CPML മത്സരിക്കുന്ന 20 സീറ്റുകളിലാണ്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി മത്സരിക്കുന്നത് 15 സീറ്റുകളിൽ, CPI 6 സീറ്റുകളിൽ, CPM 4 സീറ്റുകളിൽ. അപ്പോൾ മൊത്തം കണക്ക് നോക്കുമ്പോൾ 249 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. ആകെ മണ്ഡലങ്ങൾ 243 അതായത് 6 മണ്ഡലങ്ങളിൽ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ട്. ഇത് കൂടാതെ ഇന്ത്യ സഖ്യം നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടിയെ മുന്നണിയുടെ ഭാഗമാക്കും, അവർക്ക് 2 സീറ്റ് നൽകുമെന്ന്. അങ്ങനെ വരുമ്പോൾ 251, അപ്പോൾ 8 സീറ്റുകളിലെങ്കിലും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം വരുന്നുണ്ട്. ഇതിൽ തന്നെ RJDയും കോൺഗ്രസും 4 മണ്ഡലങ്ങളിൽ നേർക്കുനേർ വരുന്നുണ്ട്. വൈശാലി, ലാൽഗഞ്ച്, സിക്കന്ദര, ഒപ്പം തന്നെ ഗഹൽഗാവ് എന്നീ 4 മണ്ഡലങ്ങളിലാണ് നേർക്കുനേർ പോരാട്ടം വരുന്നത്. പക്ഷേ RJD ഇപ്പോൾ ഈ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ PCC അധ്യക്ഷനെതിരെ, രാജേഷ് റാമിനെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ അവിടെ സുരേഷ് പാസ്വാൻ എന്ന നേതാവിനെ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അന്തിമ പട്ടിക വന്നപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് RJD കടന്നിട്ടില്ല. ഏതായാലും ഇനി അറിയേണ്ടത് ഈ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി, ആദ്യഘട്ടത്തിലെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിയുമ്പോൾ ഇത് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഈ സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിക്കുമോ, രണ്ടാം ഘട്ട പത്രിക ചിത്രം വരുമ്പോൾ മറ്റെന്തെങ്കിലും തീരുമാനത്തിലേക്ക് കടക്കുമോ ഒക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ചുരുങ്ങിയത് 7 മണ്ഡലങ്ങളിലെങ്കിലും ഇന്ത്യ സഖ്യം നേർക്കുനേർ വരുന്ന സാഹചര്യമാണുള്ളത്. രാഗേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്.